ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യമുനാസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അത്ര സിമ്പിൾ മേക്കപ്പ് അല്ല ചെയ്യാൻ പോകുന്നത്, കുറച്ച് ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് മേക്കപ്പ് തുടങ്ങിയാലോ. മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്നത് നമ്മൾ ഫേസ് വാഷ് ചെയ്യണം, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇനി ഇപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് മോയ്സ്ചറൈസിങ് ആണ്. നമ്മൾ മോയ്സ്ചറൈസർ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പീസ് സൈസ്ഡ് മാത്രം എടുക്കാൻ പാടുള്ളൂ. പിന്നെ വേണമെങ്കിൽ വീണ്ടും എടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം. മേക്കപ്പ് ഇടുമ്പോഴും നമ്മൾ കഴുത്തിലും കൂടെ മേക്കപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അപ്വേർഡ് മോഷൻ വേണം അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ റിങ്കിൾസ് വരും. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയും പകലാണെങ്കിൽ, ഡേ ടൈം ആണെങ്കിൽ, ഞാൻ ഇപ്പോൾ നൈറ്റ് ടൈമിലാണ് ചെയ്യുന്നത്. ഡേ ടൈം ആണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്തിട്ട് വേണം മേക്കപ്പിൻ്റെ കാര്യങ്ങൾ തുടങ്ങാൻ. മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ലിപ് ബാം അപ്ലൈ ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്നത് ദേഗയുടെ ലിപ് ബാം ആണ്. നമ്മൾ ആദ്യം ഇത് അപ്ലൈ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് സെറ്റ് ആവത്തില്ല. നമ്മൾ ലിപ്സിൽ സെറ്റായി ഇരിക്കണം. ലാസ്റ്റാണ് നമ്മൾ എല്ലാ മേക്കപ്പും കഴിഞ്ഞിട്ടാണ് ലിപ്സ്റ്റിക് ഇടാൻ പോകുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് ഇത് സെറ്റ് ആവണം. അതിനുശേഷം നമ്മൾ പ്രൈമറാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്ന പ്രൈമർ അല്ല, NYBയുടെ സ്ട്രോബ് ക്രീമാണ്. ഇത് നമുക്ക് ഹൈലൈറ്റർ ആയിട്ടും മോയ്സ്ചറൈസർ ആയിട്ടും പ്രൈമർ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഇത് ഓൾറെഡി യൂസ് ചെയ്തിട്ട് തീരാറായി. അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം. ഇത് മാത്രം ഇട്ടാൽ തന്നെ നല്ല ഗ്ലോ കിട്ടും. സിമ്പിൾ മേക്കപ്പ് താല്പര്യമുള്ളവർ ഇത് മാത്രം ഇട്ടുകൊണ്ട് പുറത്ത് ഒരു ബ്ലഷും കൂടെ ഇട്ടിട്ട് പോയാൽ മതി. അധികം മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് ഞാൻ ഈ അടുത്ത് മേടിച്ച ഒരു പുതിയ പ്രോഡക്റ്റാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഗെയിം ചേഞ്ചർ സ്ട്രോബ് ക്രീം. ഇതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാണ്, കുറച്ചുകൂടെ ഗ്ലോയ്ക്ക് വേണ്ടി. ഞാൻ ഒരു ഗ്ലോയിങ് മേക്കപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇതും കൂടെ അപ്ലൈ ചെയ്യാം മറ്റേ സ്ട്രോബ് ക്രീമിൻ്റെ പുറത്ത്. കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രീം. കുറച്ചുകൂടെ അപ്ലൈ ചെയ്യാണ്. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് കൺസീലാണ്. കൺസീലറാണ് ഉപയോഗിക്കാൻ പോകുന്നത് അണ്ടർ ഐസിലും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ഉള്ള സ്ഥലത്ത്. ഇതാണ് LA ഗേളിൻ്റെ പ്രോ കൺസീലറാണ്. ആക്ച്വലി ഇത് കൺസീലർ അല്ല, ഇത് കറക്റ്ററാണ്, കളർ കറക്റ്ററാണ്. ഡാർക്ക് സർക്കിൾസ് ഒക്കെ കൂടുതലുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഞാൻ പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് ഇടണം കുറച്ച്. എനിക്ക് അധികം എല്ലാം ഉള്ളൂ. പിന്നെ ഈ രണ്ട് സൈഡിലും ഇനിയും നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് ബ്ലെൻഡ് ചെയ്യാം. കണ്ണിൻ്റെ മുകളിലും ഒക്കെ
കുറച്ച് കൂടിപ്പോയെന്ന് തോന്നി ഞാൻ എടുത്തത്. ഇത്ര വേണ്ട, ഒരു കുറച്ച് എടുത്താൽ മതി ആക്ച്വലി. ശരിക്കും ബ്രഷും കൊണ്ട് തന്നെയാണ് നല്ലത്. ഞാൻ ഫൗണ്ടേഷൻ ഇടാനേ ഇപ്പോൾ ബ്രഷ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന കെ ബ്യൂട്ടിയുടെ കുഷ്യൻ ഫൗണ്ടേഷനാണ്. വേറൊരു ഫൗണ്ടേഷൻ ബ്രാൻഡ്സിൽ നമ്മൾ കുഷ്യൻ ഫൗണ്ടേഷൻ കണ്ടിട്ടില്ല. ആകെ ഒരു കൊറിയൻ ബ്രാൻഡിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ടിറ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ. കെ ബ്യൂട്ടി ഫസ്റ്റ് ടൈമാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഞാനിത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു ബ്യൂട്ടി ബ്ലെൻഡർ പോലത്തെ സംഭവമുണ്ട്, സ്പോഞ്ച്. ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഫൗണ്ടേഷൻ ഇത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതെങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. എക്സസ് ഇവിടെ ഡാബ് ചെയ്ത് കൊടുത്തിട്ട് യൂസ് ചെയ്യണം. കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇത് യൂസ് ചെയ്താൽ തന്നെ കൂടിപ്പോവും. വീണ്ടും വേണമെങ്കിൽ പ്രസ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഞാൻ നമ്മുടെ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അധികം സ്പോഞ്ച് ആണെങ്കിലും ബ്യൂട്ടി ബ്ലെൻഡർ ആണെങ്കിലും അതിലൊക്കെ അബ്സോർബ് ആയി പോവും. ബ്രഷിലാണെങ്കിൽ നമ്മൾ അധികം അബ്സോർബ് ആയി പോവില്ല. ഞാൻ കുറച്ചും കൂടെ എടുക്കുകയാണ്. സൈഡിലൊന്നും ആയിട്ടില്ലായിരുന്നു. എല്ലാ ഏരിയയും കവറാണ്. ഞാൻ പക്ഷേ ഇടുമ്പോൾ ശ്രദ്ധിക്കാറില്ല. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് കുറച്ച് നനച്ചിട്ട്, ഞാനിപ്പോൾ നനച്ചിട്ടില്ല, കുറച്ച് നനച്ചിട്ട് നമുക്ക് ഇത് കുറച്ച് കുറയ്ക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഇത് വെച്ച് ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് അബ്സോർബ് ആയി പോവും എക്സസ് മേക്കപ്പ്. നിങ്ങൾക്ക് വെള്ളത്തിൽ നനച്ചിട്ട് ചെയ്യാം, അതാണ് കുറച്ചിടാനുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണം, വെള്ളം നനച്ചിട്ട്. ഇനി ഞാൻ നെക്സ്റ്റ് കോൺടോർ ആണ് ചെയ്യാൻ പോകുന്നത്. എൻവൈബയുടെ കോൺടോർ സ്റ്റിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതാണ്, കണ്ടല്ലോ അല്ലേ? ഓക്കെ. സോ ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ പിടിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഫോർഹെഡ്, ആക്ച്വലി ഇത് ഫൗണ്ടേഷൻ്റെ ഒരു കളറാണ് വരുന്നത്. ഇത് ശരിക്കും കോൺട്രാസ്റ്റ് സ്റ്റിക്ക് തന്നെയാണ്. പിന്നെ ചിന്നിൻ്റെ അവിടെ ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ, പിന്നെ നമ്മുടെ നോസ് ഏരിയയിലും ചെയ്യണം. നോസ് ഏരിയയിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെയാണ് കോണ്ടൂർ ചെയ്യേണ്ടത്. ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ആക്ച്വലി വേറെ ബ്രഷ് വെച്ചിട്ടാണ് നോസിൻ്റെ ഇവിടെ ചെയ്യേണ്ടത്. ഇപ്പം എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇനി ഞാൻ കെ ബ്യൂട്ടിയുടെ തന്നെ കോമ്പാക്ട് പൗഡറാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ ബ്രഷിൽ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ എക്സസ് തട്ടി കൊടുക്കണം ഇങ്ങനെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നമ്മൾ നേരത്തെ കൺസീൽ ചെയ്തേക്കുന്ന ആ ഭാഗത്ത് ഇത്തിരി നല്ലോണം അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം.
ഞാൻ കോമ്പാക്ട് അങ്ങനെ അധികം അപ്ലൈ ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പാക്ട് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ കോൺടർ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും കോമ്പാക്ട് നിങ്ങൾ ആ ഏരിയാസിൽ അപ്ലൈ ചെയ്യണം. ജസ്റ്റ് പിന്നെ എല്ലായിടത്തും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പിക്സിയുടെ ബ്ലഷ് സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റിക്കാണ്, കുറേ നാളായിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഒരു ബ്ലഷാണ്, പിങ്ക് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ തിരിക്കുമ്പോൾ തന്നെ വരും. നമ്മൾ സ്മൈൽ ചെയ്തിട്ട് വേണം എപ്പോഴും യൂസ് ചെയ്യാൻ. അതിനുശേഷം ഇത് ബ്രഷും കൊണ്ട് ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ ചെയ്യാം ബ്രഷും കൊണ്ട്, നിർബന്ധമില്ല. ഞാൻ കൈ കൊണ്ടാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ. ബ്ലഷ് വേണമെങ്കിൽ നോസിലും ചിലവർ അപ്ലൈ ചെയ്യും, പക്ഷെ ഞാനങ്ങനെ അപ്ലൈ ചെയ്യാറില്ല, വേണമെങ്കിൽ മതി. ഇത് അധികം അറിയത്തില്ല, ഈ ബ്ലഷിൻ്റെ പ്രത്യേകത അതാണ്, അധികം എടുത്തറിയത്തില്ല ബാക്കിയുള്ള ബ്ലഷസിനെ പോലല്ല. ഇനി ഞാൻ ഐബ്രോസ് ആണ് എഴുതി കൊടുക്കാൻ പോകുന്നത്. അതിന് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ ആണ് എടുത്തേക്കുന്നത്. ഇത് ബ്രൗൺ ആണ് എൻ്റെ ഷെയ്ഡ്, ബ്ലാക്ക് അല്ല. ബ്ലാക്ക് ആകുമ്പോൾ ഒരുപാട് ഓവറായിട്ട് തോന്നും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അധികം ഡാർക്കായിട്ട് എഴുതാറില്ല, ജസ്റ്റ് ഈ അറ്റത്ത് മാത്രം ഇങ്ങനെ എഴുതി കൊടുക്കും, ജസ്റ്റ് ഒരു. എന്നിട്ട് ഞാൻ എൻ്റെ ബാക്ക് സൈഡിലൊരു ഇതുണ്ട്, സ്പൂളി പോലെ ബ്രഷ് ഉണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കണം, കോംബ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഞാൻ ഐ ഷാഡോയ്ക്ക് വേണ്ടി ഹ്യൂഡ ബ്യൂട്ടീൻ്റെ ന്യൂഡ് ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ബ്ലഷാണ്, ന്യൂഡ് ഷെയ്ഡ്സ് ആണ്, എല്ലാം ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇതിൽ ഞാൻ ഈ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇത്. നമ്മൾ ഇങ്ങനത്തെ പൗഡർ, ഇങ്ങനത്തെ ഐ ഷാഡോം അതൊക്കെ എടുക്കുമ്പോൾ, കോമ്പാക്ട് പൗഡറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എക്സസ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം ബാക്കി അപ്ലൈ ചെയ്യാൻ. ഇതൊരു ഗോൾഡൻ കളർ, ഓൾമോസ്റ്റ് ഒരു ഗോൾഡൻ കളർ പോലത്തെ ഒരു ഇതാണ്. ബ്ലഷ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം അപ്ലൈ ചെയ്യാൻ. അതിലൂടെ ഞാൻ വേറൊരു കളറും കൂടെ ആഡ് ചെയ്യുവാണ്. ഇതാ ഈ ഷെയ്ഡ്. ഇത് ആക്ച്വലി ഒരു ഗോൾഡൻ കളർ പോലെ വന്ന്, ഞാൻ ഉദ്ദേശിച്ച ഒരു പിങ്ക് കളറാണ്. ഞാൻ ഇതും കൂടെ അപ്ലൈ ചെയ്യാണ്. ജസ്റ്റ് ഞാൻ ഈ സെൻറ്റർ പാർട്ടിൽ മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഐലൈനർ ഇടാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ കെ ബ്യൂട്ടിയുടെ തന്നെ ഒരു 2-in-1 ഐലൈനറാണ്. ഐലൈനറും കാജലും കൂടെ ഉള്ളതാണ് ഇതിൽ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ചാർലറ്റ് ടിൽബറിയുടെ ഒരു ഹൈലൈറ്ററാണ്, ഹോളിവുഡ് ഹൈലൈറ്റർ ഫിൽറ്റർ ആണ്. ഇത് ജസ്റ്റ് ഈ ചീക്ക് ഏരിയസിലും നോസിലും ഒക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഫോർഹെഡിലും ഇത് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് ആണ് ഇടാൻ പോകുന്നത്. അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണ്.
ലാസ്റ്റ് ഞാൻ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. NYBയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. നമ്മൾ കണ്ണ് അടച്ചിട്ട് ഒരു ഡിസ്റ്റൻസിൽ നിന്ന് വേണം സ്പ്രേ ചെയ്യാൻ. എന്നിട്ടിങ്ങനെ വീശി കൊടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫൈനൽ ലുക്ക്, മേക്കപ്പ് ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മേക്കപ്പിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.